ജിയോ ബേബി. നാം ഈയിടെ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സിനിമയുടെ, മലയാളം കണ്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന മികച്ച സിനിമയുടെ സംവിധായകൻ കൂടിയാണ് ജിയോ ബേബി. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ ഈ സെഷനിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി പയ്യന്നൂരിന് വേണ്ടി ഇവിടെ കൂടി എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ജിയോ ബേബിയെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷനിൽ പങ്കെടുക്കുന്ന മറ്റൊരു അതിഥി അധ്യാപികയും എഴുത്തുകാരിയും തന്റെ അഭിപ്രായം ധീരമായി സമൂഹ മധ്യേ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അനു പാപ്പച്ചനാണ്. കൂടുതൽ വിശേഷണങ്ങൾക്ക് ആവശ്യമില്ല. സാഹിത്യ സാംസ്കാരിക ലോകം ശ്രദ്ധിക്കുന്ന ആർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ് അനു പാപ്പച്ചൻ. വളരെ സ്നേഹത്തോടുകൂടി പയ്യന്നൂർ സാഹിത്യോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ മോഡറേറ്ററായി ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് പയ്യന്നൂരിലെ നേരത്തെ പറഞ്ഞ ഓപ്പൺ ഫ്രെയിം എന്ന പ്രസ്ഥാനത്തിന്റെ പൂർണ്ണമായ ചുമതല നിർവഹിച്ചു വരുന്ന പി പ്രേമേന്ദ്ര മാഷാണ്. അധ്യാപകനാണ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിചക്ഷണനാണ്, പ്രഭാഷകനാണ്. എല്ലാ രംഗത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന, സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന പി പ്രേമേന്ദ്ര മാഷാണ് ഈ ചടങ്ങിൽ മോഡറേറ്ററായി പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ട പ്രേമ മാഷെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ ഈ സെഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സാഹിത്യ കലാ സാംസ്കാരിക പ്രേമികളെയും നാട്ടുകാരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രേമ മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ രണ്ടാമത്തെ ദിവസവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനിൽ സിനിമയെ മുൻനിർത്തി ഉള്ള ഒരു ചർച്ച വെച്ചത് ഒരു ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ എന്ന നിലയിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിന് ഇത്രയും സമയമുണ്ടായിരുന്ന ഈ വറദാങ്ങി അഥവാ പോഡിയം എടുത്തു മാറ്റി ഇതിന്റെ ടൈറ്റിൽ പുതിയ ഒരു വർത്തമാനം, നമ്മൾ ഇതുവരെ കേട്ട ഒരു പ്രസംഗ ശൈലിയിൽ നിന്നായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല. നമ്മൾ വളരെ ലളിതമായ ചില കാര്യങ്ങൾ സിനിമയെ മുൻനിർത്തി സംസാരിക്കാം. മാറി മാറി ആളുകൾ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായി തീരുമെന്നുള്ളതുകൊണ്ടാണ് അതെടുത്തു മാറ്റിയിട്ടുള്ളത്. മാറുന്ന ദൃശ്യാനുഭവങ്ങൾ എന്നാണ് ഈ വർത്തമാനത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. അതൊരു എങ്ങോട്ടേക്കും വലിച്ചു നീട്ടാവുന്ന ഒരു വിഷയമാണ്. ഈ പൊതുവിൽ മലയാള സിനിമയെ സംബന്ധിക്കുന്ന ചില വർത്തമാനങ്ങൾ, അതിനകത്ത് ജിയോ ബേബി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പൊളിറ്റിക്കൽ ആയിട്ടുള്ള സമീപകാലത്ത് സിനിമ എടുത്തിട്ടുള്ള സംവിധായകൻ നമ്മുടെ കൂടെയുണ്ട്. പൊളിറ്റിക്കലായി തന്നെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന അനു പാപ്പച്ചനും കൂടെയുണ്ട്. രണ്ട് സുഹൃത്തുക്കളോടൊപ്പം സംസാരിക്കുക, അത് ഇന്ദിരാഗാന്ധി പാർക്കിൽ വെച്ച് സംസാരിക്കുന്നത് മാതിരി വളരെ അനൗപചാരികമായി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമയുടെ ഈ മാറുന്ന ദൃശ്യാനുഭവങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിൽ പലതരത്തിൽ അതിനെ വായിക്കാം. സിനിമയിൽ നമ്മൾ കാണുന്ന, സിനിമ നമുക്ക് നൽകുന്ന ദൃശ്യം അനുഭവങ്ങൾ മാറുന്നുണ്ട്, ദൃശ്യം എന്ന നിലക്ക് മാറുന്നുണ്ട്. അത് നൽകുന്ന ഓരോ ദൃശ്യങ്ങൾ നൽകുന്ന വൈകാരിക അനുഭവങ്ങൾ കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട്. ഓരോ ദൃശ്യങ്ങളും നമ്മളെ കൊണ്ടുപോകുന്ന അനുഭവങ്ങളും യഥാർത്ഥത്തിൽ ജീവിതാനുഭവങ്ങളും വലിയ രീതിയിൽ മാറുന്നുണ്ട്. മാറുന്ന ദൃശ്യാനുഭവങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയത്തെ ഏത് എക്സ്റ്റൻഡിലേക്ക് നോക്കുവാണെങ്കിൽ വികസിപ്പിക്കാവുന്ന ഒരാശയമാണ്. എല്ലാവർക്കും നമസ്കാരം. സിനിമ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ 100-ലധികം വർഷം മാത്രം പഴക്കമുള്ള, ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്ന ഏക കലാരൂപമായ സിനിമ, അതിൻ്റെ ഒരു ആർട്ട് ഫോം അതിന് സ്വീകരിക്കപ്പെടാൻ കാരണമായ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ക്ലാസിക്കുകളുണ്ട്, പല മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന്, അല്ലെങ്കിൽ സിനിമയുടെ ഒരു സൗന്ദര്യ ശാസ്ത്രപരമായി ഏറ്റവും പ്രധാനപ്പെട്ട കുറേയധികം സിനിമകളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ആ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടുള്ള സിനിമയുടെ വളർച്ച എന്ന് പറയുന്നത്, ഇപ്പോൾ വരെയുള്ള സിനിമയുടെ വളർച്ച എന്ന് പറയുന്നത്, ഇനി അത്തരം മാസ്റ്റേഴ്സ് വന്നിട്ട് സിനിമയെ വേറൊരു തരത്തിൽ ഷിഫ്റ്റ് ചെയ്യാനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ
ഞാൻ ഉൾപ്പെടെയുള്ള ഫിലിം മേക്കേഴ്സ് ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ഞാൻ കാണുന്ന സിനിമകൾ ഇന്ത്യയിലുള്ളതായാലും ഇന്ത്യക്ക് പുറത്തുള്ളതായാലും ഞാൻ എപ്പോഴും നോക്കുന്നത് സിനിമ ഈ പറഞ്ഞ പോലെ ലൂമിയ ബ്രദേഴ്സ് സിനിമ ഉണ്ടാക്കി അതിനുശേഷം സിനിമ വളർന്ന് ഓരോരോ കൃത്യമായ ഫേസുകളിൽ സിനിമ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിന്റെ ഒരു സമയമായി ഞാൻ വിചാരിക്കുന്നു. ആ സിനിമയെ മാറ്റിമറിക്കാൻ പുതിയ കുട്ടികളായിരിക്കും വന്ന് അതിനെ മാറ്റുക. ആ മാറ്റം കാണാൻ വേണ്ടിയിട്ടും കൂടാണ് ആസ് എ ഫിലിം മേക്കർ അത്തരം സിനിമകൾ കാണാനും കൂടാണ് ജീവിച്ചിരിക്കുമെങ്കിൽ കാലം അനുവദിക്കുമെങ്കിൽ അത്തരം സിനിമകളും കൂടെ കണ്ടിട്ട് വേണം ഇവിടുന്ന് പോകാൻ എന്നൊക്കെയാണ് എൻ്റെ ഒരു ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. സിനിമ ഈ പറഞ്ഞതുപോലെ മൂലധനം വളരെയധികം ആവശ്യമായ ഒന്നാണ് സിനിമ. അതിന് കച്ചവട താല്പര്യങ്ങൾ എപ്പോഴും അതിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും എത്തരം സിനിമകൾ ചെയ്താലും. കാരണം ഇതിനെ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു ഫിലിം മേക്കർ ഒരു സിനിമ ചെയ്തു അത് നഷ്ടം വന്നാലും ഇനി അടുത്ത സിനിമ ചെയ്യണമെങ്കിൽ വീണ്ടും വലിയൊരു മൂലധന സ്വരൂപണം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് വിൽക്കുക എന്നുള്ളത് എപ്പോഴും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പൊ ഇതെങ്ങനെ വിൽക്കാം എന്നുള്ളത് ഇവിടെ തിയേറ്ററുകളിൽ ആള് കയറി ടിക്കറ്റ് എടുത്ത് കണ്ട് നിർമ്മാതാവിന് പൈസ കിട്ടുന്നത് ഒരു മാർഗം മാത്രമാണ്. വേറെ മറ്റു പലതരം മാർഗങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിലെ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് വന്നു, ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോഴും എന്തെങ്കിലുമൊക്കെ കച്ചവടം എന്ന് പറയുന്ന പ്യുവർ ആയിട്ടുള്ള ബിസിനസ് താല്പര്യങ്ങൾ ഇതിന് മുന്നിലേക്ക് വന്ന് പെടുകയാണ്. ഇപ്പൊ കാതൽ എന്ന് പറഞ്ഞ സിനിമയില് മമ്മൂട്ടി അല്ലെങ്കിൽ ചിലപ്പോ തിയേറ്ററിൽ ഇത്രയധികം ആ സിനിമ ആൾക്കാർ പോയി കാണത്തില്ല. ഇതിനു മുന്നേ എനിക്കൊക്കെ എന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരേ ഒരു സിനിമയാണ് കാതൽ. ഇതിനു മുമ്പ് ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. തൊട്ടു മുന്നേ ശ്രീധന്യ കേറ്ററിംഗ് സർവീസ് എന്നുള്ള സിനിമയാണ് തിയേറ്ററിൽ വലിയ പരാജയമാണ്. അതിൽ അറിയപ്പെടുന്ന അഭിനേതാക്കൾ ആരുമില്ലായിരുന്നു, എല്ലാവരും തന്നെ താരതമ്യേന പുതിയ ആൾക്കാർ. അതിനു മുന്നേ ഉള്ള സിനിമ പ്രധാനപ്പെട്ട സിനിമ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ്. അത് ഇത് പറഞ്ഞാൽ OTT പ്ലാറ്റ്ഫോമിൽ വന്നു. അത് തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ ആരാണ് ആ സിനിമ കാണാൻ പോവുക എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഞാനും ആലോചിക്കാറുണ്ട്. പുരുഷന്മാരാണ് കൂടുതൽ സിനിമ കാണുന്നത്. പുരുഷന്മാര് കണ്ട് ഇട്ട് അല്ലെങ്കിൽ അതിന്റെ അഭിപ്രായ രൂപീകരണം നടത്തിയതിനു ശേഷമായിരിക്കും വീട്ടിലുള്ള സ്ത്രീകളെ കൊണ്ട് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പോകുമോ? ഇങ്ങനെയൊക്കെയുള്ള മൂല്യം ഈ വിപണിയുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സൂപ്പർ ഈ സ്റ്റാർഡം എന്ന് പറഞ്ഞ സംഭവം നിലനിൽക്കുമ്പോൾ പോലും ആട്ടം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ 2-3 ആഴ്ചകൾക്ക് മുന്നേ വരികയും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാതെ പോവുകയും ചെയ്തു. വലിയ ചലനങ്ങൾ ഉണ്ടാക്കാതെ പോയത് എനിക്ക് തോന്നുന്നത് അത് പുരുഷന്മാരെ വേറൊരു തരത്തിൽ വേദനിപ്പിക്കുന്ന ആക്രമിക്കുന്ന ഒരു സിനിമയാണ്. വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം വേദനിക്കുക എന്നുള്ളതാണ്. പുരുഷൻ ഇങ്ങനെയാണല്ലോ എന്നോർത്ത് വേദനിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സ്വയം നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ എന്തിന് ഇവിടുത്തെ ഭൂരിപക്ഷം പുരുഷ സമൂഹം പ്രൊമോട്ട് ചെയ്യണം? അപ്പം കണ്ടന്റ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പൊ നമ്മൾ OTT-ലോട്ടൊക്കെ സിനിമ പോകുമ്പോൾ അല്ലെങ്കിൽ വെബ് സീരീസിലേക്കൊക്കെ കിടക്കുമ്പോഴാണ് ഇത്തരം അനലൈസുകൾ അവര് തന്നെ വ്യക്തിഗത മാർക്കറ്റിംഗ് ടീമിനെ വെച്ച് ചെയ്യുന്നുണ്ട്. എത്തരത്തിലുള്ള സീനുകൾ വർക്ക്ഔട്ട് ആവും, എത്തരത്തിലുള്ള സീനുകൾക്ക് ആൾക്കാരുടെ മൈൻഡിനെ കൂടുതൽ സ്വാധീനിക്കാൻ പറ്റും. അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഇപ്പം എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു വെബ് സീരീസ് കുറെ അധികം പേരെ കാണിക്കുന്നു, അല്ലെങ്കിൽ 1 മിനിറ്റ് ഉള്ള കണ്ടന്റ് കുറെ അധികം പേരെ കാണിക്കുന്നു. അതിനുശേഷം ആ 1 മിനിറ്റ് കണ്ടവരെ അവർ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നു. ഇതിൽ ഏതൊക്കെ സ്ഥലത്ത് അവർ അനുകമ്പയുള്ളവരാണ്, ഏതൊക്കെ സ്ഥലത്ത് അവർക്ക് കണ്ണ് നിറഞ്ഞു, ഏതൊക്കെ സ്ഥലത്ത് അവർ ചിരിച്ചു, ഏതൊക്കെ സ്ഥലത്ത് അവർക്ക് ഈ പറഞ്ഞ ത്രില്ലുണ്ടായി, ഇതൊക്കെ അനുസരിച്ച് തിരക്കഥകൾ ഉണ്ടാക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടെയാണ്. അത് മൂലധനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സിനിമയെ പറ്റി ഈ പറഞ്ഞത് നമ്മൾ ഏറെ ആഗ്രഹിച്ച് സിനിമ എടുക്കുന്ന ഒരു പ്രൊഫഷനിലെത്തി നമുക്ക് ഇഷ്ടമുള്ള തരം സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതല്ലാതെ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ കൂടെ കേൾക്കാനും, അല്ലെങ്കിൽ പ്രേമമാഷുണ്ട് അരുൺ സിനിമയെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് എഴുതുന്ന ഒരു ആളാണ്. അരുണിന്റെ എല്ലാ നിരൂപണങ്ങളും തന്നെ ഞാൻ എഴുതുന്നത് വായിക്കാറുണ്ട്. കാതലിനെ കുറിച്ച് എഴുതിയത് വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. കാതൽ അരുണിന് ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ് പല കാരണങ്ങൾ കൊണ്ട്, പല ഏരിയകള്. അപ്പം അത്തരം ബഹുസ്വരതയെ കുറിച്ച് അറിയാനും അത്തരം ആശയങ്ങളിൽ നമ്മളെ കലാകാരനെ കൂടെ കുറെ കൂടെ നന്നാക്കുമെന്നും അറിയാവുന്നത് കൊണ്ടും കൂടാണ് ഇതിന് വന്നത്. അപ്പം നിങ്ങളെ കൂടെ കേൾക്കുക എന്നുള്ളതാണ് ഞാൻ എന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു വേദി അതിനും കൂടെയാണ് ഉപയോഗിക്കുന്നത്. പല ഉത്തരങ്ങളും ഞാനായിട്ട് പറയുകയല്ല, നമ്മൾ കുറെ ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടെത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്റെ വർത്തമാനം തൽക്കാലം നിർത്തുന്നു, ബാക്കി നമുക്ക് സംസാരിക്കാം. താങ്ക് യു. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഒരു ചോദ്യത്തിന്റെ ഇത്രേ ഉള്ളൂ അല്ലേ ഇപ്പൊ? തീർച്ചയായിട്ടും നേരത്തെ ജീവ പറഞ്ഞതുമാതിരി അനു കാതലിനെ കുറിച്ച് എഴുതി ഞാനും വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചില ആംഗിൾ കറക്റ്റാണത്. കാരണം അനു സിനിമയെ കുറിച്ച് വളരെ സവിശേഷമായിട്ടും മലയാളത്തിൽ ശ്രദ്ധിക്കുന്ന
എഴുത്തുകാരിയാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ യഥാർത്ഥത്തില് നേരത്തെ ഒക്കെ നമ്മുടെ സിനിമ നിരൂപകര് അല്ല ചലച്ചിത്ര നിരൂപകർ അവരെ ഈ മുഖ്യധാര സിനിമകളെ അല്ല നോക്കിക്കണ്ടിരുന്നത്, സ്വതന്ത്ര സിനിമകളെ അല്ലെങ്കിൽ ക്ലാസിക്കുകളെ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ആഖ്യാനങ്ങളൊക്കെയുള്ള സിനിമകളെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ചലച്ചിത്ര നിരൂപകരെ എടുക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് ചലച്ചിത്ര നിരൂപണം എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷവും അവരവർ ഇടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്ത് ഏതു പ്രേക്ഷകനും ഒരു റിപ്പോർട്ടറാണ്. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്ഥലവും ഇടവും ഉണ്ടായി എന്നുള്ളതാണ്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഈ മാസികകളിലേക്ക് എഴുതിയ സാധനങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ചവിറ്റുകൊട്ടയിൽ കിടക്കുമെന്ന് ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഒരു അധ്യാപികയായിട്ടോ അല്ലെങ്കിൽ ചലച്ചിത്ര നിരൂപകയായിട്ടോ ഒരു പ്രേക്ഷകയായിട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ആ പ്രേക്ഷക എന്ന് പറയുന്ന പദവി തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, പ്രത്യേകിച്ച് എനിക്ക്. കാരണം ചെറുപ്പകാലത്ത് സിനിമയ്ക്ക് തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുന്നത് തന്നെ വീട്ടിൽ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോഴും അത്തരത്തിൽ പെൺകുട്ടികൾ സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുന്നത് നിഷേധിക്കപ്പെട്ട ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ഒരുപാട് മൾട്ടിപ്ലക്സുകൾ വന്നതിന് ശേഷമാണ് ഇത്രയധികം സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒറ്റയ്ക്കോ കൂട്ടായോ സിനിമ കാണാനും അവരുടെ സിനിമ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം ഒരു പൊതു അഭിപ്രായം ഉണ്ടാവുകയും ആ അഭിപ്രായത്തോടെ എല്ലാവരും യോജിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു തീട്ടൂരൊക്കെ മാറുകയും അവരവർക്ക് അവരുടേതായിട്ടുള്ള ഇതല്ലല്ലോ ഞങ്ങളുടെ അഭിപ്രായം, നമ്മുടെ ജീവിതം ഇങ്ങനെയല്ലല്ലോ, നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തെക്കുറിച്ച് നമ്മൾ നിൽക്കുന്ന സാമൂഹിക സ്ഥലത്തെക്കുറിച്ച് വേറെ ഒന്ന് നമ്മൾ കാണുകയും ഇത് ഞങ്ങളുടെ അനുഭവം അല്ലല്ലോ, ഞങ്ങളുടെ അനുഭവം ഇങ്ങനെയല്ലല്ലോ എന്ന് ഉറപ്പായിരിക്കെ അങ്ങനെ കല നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിത് സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും അധികം കാഴ്ചയുടെ കോളിമ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സംവേദനക്ഷമമായിട്ടുള്ള അനുഭവ പ്രത്യക്ഷത എന്ന് പറയുന്നത് ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു കലാരൂപമാണ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ മാഷിയുടെ മാറുന്ന ദൃശ്യാനുഭവം എന്ന് പറയുമ്പോൾ എന്താണ് ദൃശ്യത്തിൽ മാറിയത്? ടെക്നോളജി കൊണ്ടുവന്ന മാറ്റാണോ? നമ്മൾ ഈ പുതിയ നൂറ്റാണ്ടിൽ ഒരുപാട് പുരോഗമനത്തെ കുറിച്ച് സംസാരിക്കുന്നു, സാംസ്കാരികമായ മാറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ടെക്നോളജി കൊണ്ടുവന്ന മാറ്റമല്ലാതെ ആത്യന്തികമായി ഇതിലെല്ലാം മാറ്റം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഈ 100 കോടി ക്ലബിൽ ഇപ്പോഴും കയറുന്ന സിനിമകൾ വളരെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സിനിമകളാണ്. അപ്പൊ അത് കാണുന്നത് ആരാ? അപ്പൊ എല്ലാവരും വളരെ സാംസ്കാരികമായി മുന്നേറി, പുരോഗമനം വന്നു, സ്ത്രീ വിരുദ്ധതയൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോഴാണ് അതേ സമയത്താണ് ഈ 100 കോടി ക്ലബിൽ ഇത്തരത്തിലുള്ള സിനിമകൾ വരുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് കാതൽ പോലുള്ള സിനിമകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റൊരു തരത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള പ്രത്യയശാസ്ത്ര ബോധമുള്ള അല്ലെങ്കിൽ സ്ത്രീപക്ഷമുള്ള മനുഷ്യപക്ഷമുള്ള സിനിമകൾ വരുന്നത്. അപ്പൊ അതിന് വേണ്ടി സംസാരിക്കണമെന്നോ അതല്ലാത്ത ഒരു നിലനിൽക്കുന്ന സാമൂഹിക ജനാധിപത്യത്തിനെതിരെ നിൽക്കുന്ന ഒരു കലയോട് നമ്മൾ ചോദിക്കേണ്ടതല്ലേ, അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ്. അതിപ്പോ ഒരു അധ്യാപികയാവണമെന്നോ ചലച്ചിത്ര നിരൂപകയാവണമെന്നോ യാതൊരു നിർബന്ധമില്ല. ഈ നാട്ടിൽ ജീവിക്കുന്ന സിനിമ കാണുന്ന ഏതൊരാൾക്കും, ഇപ്പോ നമ്മുടെ വീട്ടിലെ പ്രായമായ ആളുകളൊക്കെ ആദ്യം പറഞ്ഞിരുന്നത് നല്ല കഥയാണ്, സിനിമയിൽ നല്ല കഥയാണ്, അതാണ് അവരുടെ അഭിപ്രായം. കാരണം അന്ന് സിനിമയുടെ ടെക്നോളജിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സാങ്കേതിക വശങ്ങളെ കുറിച്ചിട്ടോ ദൃശ്യ പരിസരങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചയല്ല, ഒരു വിസ്മയം എന്നുള്ള രീതിയിൽ, ഒരു കൗതുകം എന്നുള്ള രീതിയിൽ ഒരു ശാസ്ത്രീയ കലയെ ചെന്ന് കാണാൻ പോയ ആളുകൾ നല്ല കഥയായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ നല്ല കഥ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സങ്കല്പമുണ്ട്. അത് കുടുംബം എന്ന് പറയുന്ന പരിസരത്തിൽ കൃത്യമായിട്ടുള്ള ആദർശബോധവും ചില ബോധ്യങ്ങളൊക്കെ ഉള്ള സിനിമകളാണ്. അതിന്റെ അവസാനം എങ്ങനെയാവണമെന്നും അതിലെ സ്ത്രീകൾ എങ്ങനെ കരയണമെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ പോയാലാണ് കരഞ്ഞ് നമ്മൾ വിഷമിച്ചു, നായികയോടൊപ്പം നമ്മൾ വ്യസനിച്ചു, നായിക അത്രയും വിഷമിക്കേണ്ടവളാണ്, അത്ര തന്നെ വ്യസനിക്കണം, അത്ര തന്നെ അടികൊള്ളണം. അവിടെ അങ്ങനെ ഇപ്പൊ പറയില്ലേ, നമ്മളിപ്പം ഭാര്യയിൽ നിന്ന്
ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലേക്കും ജയഹിന്ദിക്കുള്ള മാറ്റമാണ് മലയാള സിനിമയിലെ സ്ത്രീയുടെ മാറ്റം എന്ന് എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഭാര്യയെ ചമ കണ്ടവരും കാണാത്തവരും സിനിമ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും തമ്മിലുള്ള നീണ്ട സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു മാറ്റം ഞാൻ കാണുന്നത്, സിനിമയിൽ എന്തെങ്കിലും മാറ്റം വരണം, അതിനെ ദൃശ്യാനുഭവം എന്നുള്ളത്. ഇപ്പൊ ഗാലിബിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും അധികം കണ്ടൊരു കാര്യം, പ്രമേയം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വിട്ടിട്ട് ദൃശ്യം എന്ന് പറയുന്ന, ദൃശ്യാനുഭവം എന്ന് പറയുന്ന ഒരു അനുഭവത്തെ കൂടി സ്പർശിച്ചുകൊണ്ട്, അത് ദൃശ്യാനുഭവം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പ്രമേയത്തിൽ നിന്നോ അതിന്റെ കണ്ടന്റ് ആ പ്രമേയത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതും അതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും കുറച്ചുകൂടി ചലച്ചിത്ര സാക്ഷരതയുള്ള, നേരത്തെ ജിയോ പറഞ്ഞ പോലെ എല്ലാ സിനിമയെ സംബന്ധിച്ചും ദൃശ്യകലകളെ സംബന്ധിച്ചും അത്രയധികം അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു പുതിയ തലമുറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് സിനിമയുടെ ആസ്വാദനത്തിൽ പുതിയ പരിപ്രേക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കണം. ആ പൊളിറ്റിക്കൽ കറക്റ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാവുമ്പോൾ അതിൽ സിനിമയുടെ എസ്തെറ്റിക്സ് പരിഗണിക്കണം. സിനിമയുടെ എസ്തെറ്റിക്സ് പരിഗണിക്കാതെ സാഹിത്യം പോലെ തന്നെ, അല്ലെങ്കിൽ ആ മീഡിയത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊള്ളാതെ വെറുതെ ഒരു സിനിമ എടുത്താൽ മതിയോ? അത് രണ്ടും ചേർത്തിട്ടുള്ള സിനിമ സാധ്യമാണോ എന്നുള്ള സംവാദങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു കാലമായിട്ടാണ് ഈ കാലത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. എത്രമാത്രം കലാപരമായിട്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്നത് നമ്മുടെ സിനിമയെ എങ്ങനെ ഒരു അങ്ങേയറ്റം നമ്മുടെ എന്താ പറയാ, നമ്മളെ ഷോക്കേൽപ്പിക്കുന്ന ഒരു അനുഭവമായി മാറും എന്നുള്ളതാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയാനായിട്ട് സിനിമ എടുക്കലാണോ, അത് സിനിമ എടുക്കുമ്പോൾ ഇത് വരലാണോ, എങ്ങനെയാണ് ആ പ്രക്രിയ, പ്രോസസ് എന്നുള്ളത് ഒന്ന് ജീവിതം പറഞ്ഞാൽ സന്തോഷമായിരിക്കും. കാരണം അങ്ങനെയുള്ള സിനിമയിൽ പലരും ഈ ആ സിനിമയിൽ ഇങ്ങനെ അതിനകത്ത് വാഷ് ബേസിൽ ഇങ്ങനെ കുറെ അധികം സമയം കാണിക്കുന്നു, അതിന്റെയൊക്കെ പേരിൽ പലരും ആ സിനിമയെ വിമർശിച്ചിട്ടാണ്. പക്ഷെ അതുണ്ടാക്കുന്ന നമ്മളെ ഷോക്കേൽപ്പിക്കുന്ന ഒരു അനുഭവം തീർച്ചയായിട്ടും ആ സമയദൈർഘ്യം കൂടി യഥാർത്ഥത്തിൽ അതിനൊരു കാരണമാണ്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണുമായി ബന്ധിപ്പിച്ചുകൊണ്ടത് എല്ലാത്തിലും, അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയിലും അതുണ്ട്. ഞാൻ വളരെ പ്രകടമായി, വളരെ പ്രത്യക്ഷമായിട്ടും ഉള്ള ഒരു സിനിമ എന്ന നിലയിലാണത് ഞാൻ എടുത്തു ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ കുറെ കാലമായിട്ട് പറഞ്ഞ് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ വേറെ അർത്ഥങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു വാക്കാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അതായത് എന്തോ എല്ലാം കറക്റ്റായിട്ടിരിക്കണം, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അതിന്റെ വ്യാഖ്യാനങ്ങൾ. സമൂഹത്തിൽ ഏറ്റവും മോശമെന്ന് കരുതുന്ന ഒരു മനുഷ്യനെ കുറിച്ച്, ഉദാഹരണത്തിന് ഇപ്പം ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ നമ്മുടെ സൗമ്യ എന്ന് പറഞ്ഞ കുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന അയാൾ ഭയങ്കര മോശം മനുഷ്യനായിട്ടാണ് സമൂഹം കാണുന്നത്. ഞാനും മോശമായ മനുഷ്യനായിട്ട് തന്നെ അയാളെ കാണുന്നത്. അയാളെ കേന്ദ്ര കഥാപാത്രമാക്കി നമുക്കപ്പോൾ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു സിനിമ ചെയ്യണം, സിനിമ ചെയ്യാൻ പറ്റും. ആത്യന്തികമായി അത് ഗോവിന്ദസ്വാമി ചെയ്ത പ്രവൃത്തിനെ ന്യായീകരിക്കുന്നുണ്ടോ? ആ പ്രവൃത്തി അല്ലെങ്കിൽ റേപ്പ് എന്ന് പറയുന്നൊരു സംഗതിയെ പ്രൊമോട്ട് ചെയ്യണം. നമുക്ക് പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും തന്നെ ജീവിക്കുന്നത്. നമ്മളിപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സാഹചര്യങ്ങൾ റോങ് ആവാം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും മനുഷ്യരില് 100 രൂപയെങ്കിലും കൈക്കൂലി കൊടുക്കാത്തവരോ വാങ്ങാത്തവരോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ആയിരിക്കും നമ്മുടെ. അപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ കൈക്കൂലിയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണ് എടുക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മുടെ സിനിമകളിലേക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വന്ന് ചേരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഞാൻ മാത്രമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒപ്പം സിനിമകൾ ഉണ്ടാക്കുന്ന വലിയൊരു സമൂഹം മനുഷ്യരുണ്ട്. അതായത് ഒരു പുതിയ കാലഘട്ടത്ത്, അതായത് ഞങ്ങൾ വന്ന കാലഘട്ടത്തെ സിനിമ ഉണ്ടാക്കുന്ന മനുഷ്യരെ കുറിച്ച് പറഞ്ഞത്. എന്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതൊരു കൂട്ടായ്മയായിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള കൂട്ടായ മനുഷ്യരുടെ പ്രയത്നം കൊണ്ടാണ്. ഇപ്പം അനു എഴുതുന്നു, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് എഴുതുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്, വളരെ പ്രോഗ്രസീവായിട്ട് എഴുതുന്നുണ്ട്. ഇത്തരം വായനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്കുള്ള പ്രശ്നങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോ സാമൂഹ്യപരമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ ഇവർ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആശയങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ചില സീനുകൾ എടുക്കുമ്പോൾ അങ്ങനെ പാടില്ല. ഈ വളരെ അടുത്ത് വന്ന ഒരു സിനിമയിൽ തന്നെ ബാർബർ തൊഴിലിനെ വളരെ മോശമായിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2022-ലും 2023-ലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഈ മനുഷ്യരെ ഈ സിനിമ എഴുതുന്നവർ എന്ത് തരം മനുഷ്യരായിട്ടാണ് കാണുന്നത്? അപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ട കാര്യം പറഞ്ഞത്, ഒരു 2005-നോ 2010-നോ 2012-നോ മുമ്പോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് തമാശകൾ ഉണ്ടാക്കുന്നത്. ജാതീയപരമായി അധിക്ഷേപിച്ചുകൊണ്ട്
തൊഴിൽപരമായി അധിക്ഷേപിച്ചുകൊണ്ട്, സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട്. അപ്പം ഇതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഇതിനകത്ത് മാറാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ ഞാൻ എടുക്കുമ്പോൾ അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, അത് പൊളിറ്റിക്കലി കറക്റ്റായി പോയതാണ്. അത് കറക്റ്റായി പോകാൻ കാരണം ഞാൻ എന്റെ പാർട്ട്ണറോടൊപ്പം, എന്റെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്ന ബീനയോടൊപ്പം ജീവിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന തിരിച്ചറിവുകളുണ്ട്. ഞാൻ വീട്ടിൽ പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ല താൻ സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കുറെ പേര് കണ്ടതായിരിക്കും എന്ന് വിചാരിച്ചാണ് പറയുന്നത്. അതിനകത്ത് സോറി പറയിപ്പിക്കുന്ന ഒരു സീനുണ്ട് റെസ്റ്റോറന്റിൽ. അത് ഞാനാണ്. അപ്പൊ നമ്മൾ തിരുത്തപ്പെടേണ്ടവരാണെന്ന് നമ്മൾ എവിടെയൊക്കെയോ ഫൈൻഡിങ് ചെയ്യുമ്പോഴാണ് ഇത് ശരിയല്ലല്ലോ ഇത്ര നാളും പോയത് എന്നുള്ളത്. നമ്മൾ 90s-ലോ 2000 മുന്നേ കണ്ടുകൊണ്ടിരുന്ന സിനിമകളെല്ലാം പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള സിനിമകളാണ്. കടബാധ്യത ഒരു മനുഷ്യന് വരാം, അല്ലെ, മറ്റും ദുരന്തങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരാം. ഇത്തരം സിനിമകൾ ഇപ്പം മമ്മൂട്ടി ഉൾപ്പെടെ അഭിനയിച്ചിരിക്കുന്ന ഇത്തരം സിനിമകൾ, ഇപ്പം പാഥേയമാണെങ്കിലും അതെ, സാഗരം സാക്ഷി എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും അതെ, ഇനി ഇങ്ങനെ എടുത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാല് അത് എന്നിരുന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരം സിനിമയാണെന്ന് തോന്നിക്കും. ലോഹിതദാസ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന റൈറ്ററാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ വന്നു കൂടിയിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളെ കാലം മാറി നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം ഇത്തരം പൊളിറ്റിക്കൽ കറൻസി ജീവിതത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഈ അടുത്ത് വളരെ മികച്ച ഒരു സിനിമ ഉണ്ട്, ഫാമിലി എന്ന് പറഞ്ഞ ഡോൺ പാലത്തറ. നിങ്ങളിലേക്ക് എത്തുമായിരിക്കും ആ സിനിമ. ഇപ്പൊ ഞാനെന്റെ മാഷോട് പറഞ്ഞൊരു കാര്യമാണ്, ആ സിനിമയുടെ പിന്നിൽ ഒരു പെണ്ണുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് എനിക്കൊന്ന് അത് ഷെറിൻ എന്ന് പറഞ്ഞ ഡോണിന്റെ പാർട്ണർ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ക്രീൻ പ്ലേയിൽ. അല്ലാതെ ഇന്നത്തെ കേരളത്തിൽ ഒരു പുരുഷന് ഇത്രയധികം എന്താ പറയാ സ്ത്രീകളെ മനസ്സിലാക്കാനുള്ള സാഹചര്യമൊന്നും കേരളത്തിലില്ല. കൂടെ ജീവിക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, കൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ഒരു സ്ത്രീകളുടെ ഏരിയയിലെ കുറ്റവും കുറവില്ലാതെ ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് നിസ്സാരമായ കാര്യമില്ല. ഇപ്പൊ എന്റെ സിനിമയിലെ എന്റെ ഭാര്യ വന്ന സ്ക്രീൻ പ്ലേ തിരുത്തൊന്നൊന്നുമില്ല. പക്ഷെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന അനവധി കാര്യങ്ങൾ. ഇപ്പൊ ആട്ടം എന്ന് പറഞ്ഞ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞു. ആട്ടം കേരളത്തിൽ ഒരു പുരുഷനാണ് സംവിധാനം ചെയ്തതെന്ന് വിശ്വസിക്കാൻ എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഇന്നത്തെ കേരളത്തിൽ ഒരു പുരുഷൻ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയെങ്കിൽ അത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇപ്പോ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലേക്ക് വരാം. ഇപ്പൊ പറഞ്ഞല്ലോ വാഷ് ബേസിന്റെ ഷോട്ട് കുറെ അധികം നേരം കാണിച്ചു. നാളെ വേണമെങ്കിൽ പറയാം, ഇന്നും പറയാം. വേസ്റ്റിനെ ഭയങ്കര അറപ്പോടുകൂടിയാണ് ആ സിനിമയെ കാണിച്ചിരിക്കുന്നത്. ആൾക്കാർ ചവച്ചിട്ടിരിക്കുന്ന സാധനങ്ങൾ, അതിനെയൊക്കെ വളരെ പ്രശ്നാത്മകമായിട്ടാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിരന്തരം എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ നിന്നും ഫ്ലാറ്റുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും വേസ്റ്റ് വാരുന്ന മനുഷ്യനെ ഞാൻ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ അതോ തെറ്റാണോ? അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഞാനായിട്ട് കണ്ടെത്തിയതല്ല, സിനിമകളുടെ വായനയിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ എവിടെ നിർത്തിയിരിക്കുന്നു? നിരന്തരം എല്ലാ ദിവസവും രാവിലെ വന്ന് ഈ വേസ്റ്റ് വരുന്ന മനുഷ്യരെ. അപ്പൊ എനിക്ക് ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എല്ലാ ദിവസവും വേസ്റ്റ് വരുന്ന ഒരാൾ ഈ സിനിമ എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നത്? അപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഈ ആത്യന്തികമായി സിനിമയെ മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളത് മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഗര സാക്ഷിയുടെ ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം. മമ്മൂക്കായ്ക്ക് കടം വരുന്നു, അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്. അദ്ദേഹം കടം വന്നിട്ട് എല്ലാം നഷ്ടപ്പെടുന്നു. അദ്ദേഹം അയാളുടെ ഭാര്യയെ വരെ സുഹൃത്ത് റേപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അയാൾ നാട് വിട്ടു പോകുന്നു, അല്ലെ? നമ്മൾ സിനിമ പിന്നെ അയാളുടെ കഥയൊക്കെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം മമ്മൂട്ടിയുടെ മകൾക്ക് 22 വയസ്സാവുമ്പോൾ അവരുടെ കല്യാണത്തിന് അച്ഛന്റെ അനുഗ്രഹം വേണമെന്ന് വൈഫ് പറയുകയാണ്, അല്ലെ? 10-20 വർഷത്തോളം അവരെ ഇട്ടിട്ട് പോയ ഒരു പുരുഷന്റെ അനുഗ്രഹം എന്ത് കാണിക്കാനാണ്? അപ്പൊ ആ ക്ലൈമാക്സില് നമ്മൾ വീണ്ടും മമ്മൂക്കയുടെ കഥാപാത്രത്തോടൊപ്പം ചേരുകയാണ്. അതാണ് ശരി. ഒരു അനുഗ്രഹത്തിന്റെ ആവശ്യമില്ല. ഈ പോടേന്ന് പറഞ്ഞ കല്യാണത്തിന് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനു വന്നു എന്ന് ചോദിക്കും. ഇത് തന്നെ നമ്മൾ നിരന്തരം അത്തരം സിനിമകൾ കാണുമ്പോൾ നമുക്ക് ചോദ്യം വരാതെ ഒരു ഫിലിം മേക്കേഴ്സിനോ അതിൽ അഭിനയിച്ചവരൊന്നും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ആ സാഹചര്യത്തിൽ നമ്മൾ ഇവിടം വരെയെങ്കിലും എത്തിയത് ഒരു ഫിലിം മേക്കറുടെ ഗുണം കൊണ്ടല്ല. ഈ നാട്ടിലുള്ള എഴുതുന്ന മനുഷ്യർ, ഈ നാട്ടിൽ പലതരം കലാപ്രവർത്തനങ്ങൾ, പലതരം പോരാട്ടങ്ങൾ നടത്തിയതിന്റെ അകത്തുനിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ഉത്തരമാണ് ഇന്നത്തെ കാലത്തെ ആർട്ട് എന്ന് പറയുന്നത്. താങ്ക് യു.